വീണ്ടും RTO റിലേറ്റഡ് മറ്റൊരു പ്രശ്നം കൂടി ഞാൻ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ആയിട്ട് അത്തരത്തിലുള്ള പ്രശ്നം നിങ്ങൾക്കും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ മറ്റാർക്കെങ്കിലും വീഡിയോ കാണുന്നവർ മറ്റൊരാർക്കെങ്കിലും സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അവയർനെസ് എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു വാഹനത്തിൻ്റെ RC, അതായത് ഒരു 2011 മോഡൽ നിൽക്കുന്ന 2012 മോഡൽ നിൽക്കുന്ന ഒരു ഹ്യൂണ്ടായിൻ്റെ i20 എന്ന വാഹനത്തിൻ്റെ RC ഞാൻ കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതി RC ട്രാൻസ്ഫറിന് അപ്ലിക്കേഷനൊക്കെ കിട്ടിയതിന് ശേഷം, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം, RC ട്രാൻസ്ഫറിനുള്ള ഫീസൊക്കെ കിട്ടി, 200 രൂപ ട്രാൻസ്ഫറിൻ്റെ ഫീസ് കിട്ടിയതിന് ശേഷം നമ്മൾ RTO മലപ്പുറത്തുള്ളൊരു RTOയിൽ സബ്മിറ്റ് ചെയ്തു. പേര് മാറാൻ വേണ്ടിയിട്ട്, ഒരു കസ്റ്റമർ പേരിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ. എല്ലാം റെഡിയാണ്, കാരണം ഇതിനകത്ത് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തത്, പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ പ്രൂഫ് വെച്ചു, അതേപോലെ സൈനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതിന് മുമ്പ് ഇതിനകത്ത് ലോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ കസ്റ്റമർ, അതിൻ്റെ NOC പേപ്പർ ഉണ്ട്, പിന്നെ കസ്റ്റമർ ഡോക്യുമെൻറ്റ്സ്, കളർ കോപ്പി, എല്ലാം ഡോക്യുമെൻറ്റ് സൈഡ് എല്ലാം പക്കയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം RTO ഓഫീസിൽ സബ്മിറ്റ് ചെയ്തു. പക്ഷേ RTO ഓഫീസിന് ഒരു 15 ദിവസമായിട്ട് എനിക്കത് റിജക്ഷൻ ചെയ്ത് കിടക്കുകയാണ്. RC മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് അന്വേഷിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാഹനത്തിന്, അതായത് മുമ്പ് ഈ ഒരു വാഹനം യൂസ് ചെയ്തതിൻ്റെ കസ്റ്റമർ ഇതിനകത്ത് ഫിനാൻസ് ഇട്ടിട്ടാണ് ഈ ഒരു വാഹനം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് എല്ലാം കഴിഞ്ഞു, അദ്ദേഹം ലോണൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം അതിനകത്ത് NOC ഇഷ്യൂ ചെയ്തു. അതായത് ആ ഫിനാൻസ് കമ്പനി ഇതിനകത്ത് NOC കൊടുത്ത കസ്റ്റമർക്ക്, അതിനകത്ത് ഇവർ ഡേറ്റ് മെൻഷൻ ചെയ്തത്, അതായത് ബജാജ് ഫിനാൻസ് ലിമിറ്റഡിൻ്റെ NOC ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അതിനകത്തൊരു ഡേറ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 90 days എന്നുള്ളൊരു ഡേറ്റ്, അതായത് ദ ഹോളോഗ്രാം ഈസ് വാലിഡ് ഓൺലി ഫോർ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നുള്ളൊരു ഡേറ്റ് ഇതിനകത്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു NOC ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 12/9/2024, അതായത് കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഒരു NOC ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ 3 മാസം, അല്ലെങ്കിൽ നവംബർ ലാസ്റ്റ് വരെ അല്ലെങ്കിൽ ഡിസംബറിൻ്റെ ഫസ്റ്റ് വരെ 90 ദിവസത്തേക്കാണ് ഈ NOCൻ്റെ വാലിഡിറ്റി എന്നുള്ളത് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ഇതിനകത്ത് മെൻഷൻഡ് ആണ്. RTOയിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ ഇതിനകത്ത് ഓൾറെഡി 90 days എന്നുള്ള വാലിഡിറ്റി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം വന്നു വെച്ചാൽ, ശരിക്കും NOCക്ക് എന്തിനാണ് ഒരു വാലിഡിറ്റി ഡേറ്റ്? കാരണം ഫിനാൻസിനെ സംബന്ധിച്ചോ, ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചോ, ഒരു കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ ലോണൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പലിശയും പിഴപ്പലിശയും എല്ലാ സംഖ്യയും എന്തൊക്കെയോ ഫൈനോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട്, അതെല്ലാം ഫിനാൻസ് കമ്പനിക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ NOC എന്നുള്ള പേപ്പർ ഫിനാൻസ് കമ്പനി അതിൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അതിന് എന്തിനാണ് ഒരു ഡേറ്റ് ഇടേണ്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അതിനകത്ത് വേറെ പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും ഭാവിയിൽ ചെയ്യേണ്ട കാര്യമില്ല. ആ കസ്റ്റമർക്ക് പിന്നെ ഫിനാൻസ് കമ്പനിയായിട്ടുള്ള എല്ലാ ഇടപാടും അവിടെ കഴിഞ്ഞു തീർന്നു. വീണ്ടും ആ കസ്റ്റമർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആ ഫിനാൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഈ NOC കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള ഒരു പിന്നെ കാര്യത്തിന് എന്തിനാണ് ഒരു NOCയിൽ ഒരു ഡേറ്റ് കൊടുക്കുന്നത്, ഒരു വാലിഡിറ്റി ഡേറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇനി ഒരു കമ്പനിക്ക് മാത്രം ആയിട്ടുള്ളൊരു റൂൾ കൂടിയാണിത്. ഇപ്പോൾ ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് എന്നുള്ളതിനകത്ത് 90 days കൊടുക്കുന്നു. ഇപ്പോൾ മഹീന്ദ്ര ഫിനാൻസ് ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഡേറ്റ് കൊടുക്കലില്ല. മറ്റുള്ള ഫിനാൻസ് ആണെങ്കിൽ ചിലപ്പോൾ 60 days കൊടുക്കുന്നു. അങ്ങനെ പല കമ്പനികളും പല ബാങ്കുകളും പല രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇത് എല്ലാവർക്കും ഒറ്റ റൂള്, അതായത് എല്ലാവർക്കും 90 days എന്നുള്ളതാണ് നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കുക. ഇതിങ്ങനെ റൂൾ ഉണ്ട്, ബാങ്കിൻ്റെ പിന്നെ RBI റൂൾ പ്രകാരം ഇങ്ങനെ ഒരു റൂൾ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് ചിലർക്ക് പിന്നെ 90 days ആണെങ്കിൽ ചിലർക്ക് എന്നും ആണെങ്കിൽ മാറാം, അൺലിമിറ്റഡ് ആണ്, വാലിഡിറ്റി ഡേറ്റ് ഇല്ല. ചിലർക്ക് 60 days കൊടുക്കുന്നു, ചിലർ 30 days കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അതായത് ഈ 90 days കഴിഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമർ വീണ്ടും ഈ ബജാജ് അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഫിനാൻസ്, ചില ഫിനാൻസ് പോയിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്ലൈ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ എനിക്ക് 2500 രൂപയാണ് ഇതിൻ്റെ ഏജൻസിനോട് ചാർജ് പറഞ്ഞത്. വീണ്ടും പിന്നെ ഫിനാൻസ് കമ്പനിക്ക് എന്ത് ചെയ്യണം, നമുക്ക് അഡീഷണൽ ഇൻകം കിട്ടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ഡേറ്റ് വാലിഡിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ബജാജ് ഫിനാൻസിൻ്റെ ഏജൻസി എനിക്ക് ഇതിൻ്റെ NOC എടുത്തുതരാൻ വന്നാൽ പറഞ്ഞുള്ള ചാർജ് 2500 രൂപയാണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 90 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും അയാൾ 2500 മുടക്കം എന്തിന്, ഈ NOCക്ക് വേണ്ടിയിട്ട്, രണ്ടാമത് NOC ഡേറ്റ് എടുത്തിട്ട് അത് പുതിയ NOC ആയി പുതുക്കാൻ വേണ്ടിയിട്ട്. ഇനി 90 days ഉള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യണം, RTO ഓഫീസ് കൊടുത്തിട്ട് RC മാറ്റിയിട്ട് പുതിയ RCയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ പുതിയ RC നമ്മുടെ കയ്യിൽ കിട്ടുക. കാരണം RTO ഓഫീസിലെ RC പ്രിൻറ്റിംഗ് ഡിലേ ആയ കാരണം. അപ്പോൾ ഒരു വാഹനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ RC കിട്ടുന്നത് 6 മാസത്തിന് ശേഷമായിരിക്കും. NOC കട്ട് ചെയ്തിട്ടുള്ള, ഹൈപ്പോത്തിക്കേഷൻ കട്ട് ചെയ്തിട്ടുള്ള RC കിട്ടുക. അപ്പോൾ 6 മാസത്തിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ വാഹനം കൈമാറാൻ പറ്റുള്ളൂ, ഇനി മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വേറെയും. അപ്പോൾ മൊത്തത്തിൽ എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു NOCയുടെ വാലിഡിറ്റി ഡേറ്റിൻ്റെ ഈ ഇഷ്യൂ ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഇത് ഒന്നുകിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒറ്റ റൂളായിട്ട് കൊടുക്കുക, 90 days എല്ലാവർക്കും ബാധകം എന്നുള്ള ഇതിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് സംവിധാനം എടുത്തു കളയുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു പിന്നെ പ്രത്യേക ഒരു റൂൾ എന്തെങ്കിലും ഇതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സെയിം
പ്രശ്നമായിരിക്കും ഇത്. കാരണം വെച്ചാൽ ഇത് എല്ലാ RTOയിലും ഇത് ഈ ഡേറ്റ് സംവിധാനം ഇതിന് മുമ്പേ സംഭവം ഉള്ളതാണ്. ഇത് ഡേറ്റ് ഇതിനകത്ത് കൊടുക്കുന്നൊരു വിഷയം ഇതിന് മുമ്പേ ഉള്ളതായിരുന്നു. പക്ഷേ RTO ഓഫീസിൽ റിജക്ഷൻ എന്നുള്ള സംഭവം ഇപ്പോൾ ഈ അടുത്താണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ 2-3 മാസത്തിൻ്റെ ഇടയിലാണ് ഈ RTO ഓഫീസ് ഈ ഡേറ്റ് നോക്കിയിട്ട് റിജക്ഷൻ ചെയ്യുന്ന സംവിധാനം തുടങ്ങി. അതും എല്ലാ RTO ഓഫീസിലും ഈ സെയിം പ്രശ്നം വരുന്നില്ല. ചില RTOകളിൽ മാത്രമാണ് ഈ ഡേറ്റ് NOCയിലെ ഡേറ്റ് എക്സ്പയർ ആയി എന്ന് പറഞ്ഞിട്ട് റിജക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേ റൂളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ഇത് പലർക്കും പല രീതിയിലുള്ള റൂൾസ് ആയതുകൊണ്ട് പല ബാങ്കുകളും ഡേറ്റ് ഇടുന്നു, പല ബാങ്കുകളും ഡേറ്റ് ഇടുന്നില്ല. ചിലർക്ക് അൺലിമിറ്റഡ് ഡേറ്റ്, ചില RTO ഓഫീസ് അംഗീകരിക്കും, ചില RTO ഓഫീസ് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കി തരണം. കാരണം ഇത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആളുകൾ ഇതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഡേറ്റ് ഇടുന്നു കാരണം. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എന്നുള്ളൊരു താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നാളെ ചിലപ്പോൾ നിങ്ങൾക്കും ഇതേ ഒരു പ്രശ്നം ഫേസ് ചെയ്യാം. നാളെ നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനത്തിനകത്തും NOC ഡേറ്റ് എക്സ്പയർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വാഹനം പേര് മാറാൻ പറ്റാത്തൊരു പ്രശ്നം വരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് അവയർനെസ് എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഇതുള്ളത്. താങ്ക്